തൃണമൂൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് പ്രകാശ് ചിക് ബരേക്ക് ആ രാജ്യസഭാ MP കൂടി ഈ രാജിവെച്ചിരിക്കുന്നു, തൃണമൂൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇനി മമതയ്ക്ക് ഇന്നലെയൊക്കെ തുടങ്ങിയതുപോലെ കോൺഗ്രസിലെങ്ങാനും പോയി കാല് പിടിച്ച് അവിടെ കയറാൻ ഉള്ള ഒരു ഗതിയേ ഉള്ളൂ എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അസ്തമിച്ചു പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ CPM ആയിരുന്നു, ഇപ്പോൾ തൃണമൂൽ. ശരിക്കും മമതയ്ക്ക് ഇനി എന്തായിരിക്കും ഭാവി? അല്ല, ഈ ബംഗാളിൽ മമതയുടെ അഹങ്കാരവും പെരുമാറ്റവും അവരെല്ലാം അതും അത്രയ്ക്ക് മനുഷ്യനിരക്കാത്ത രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അവർ തോൽപ്പിക്കുക എന്നുള്ള ടാർഗറ്റ്. ഏത് തരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ തോൽപ്പിക്കാൻ ശ്രമിച്ചത്? ഈ പിണറായി വിജയനേക്കാളും വെറുക്കപ്പെട്ട സ്ത്രീയാണ് ഇവർ. കാരണം മമതാ ബാനർജിക്ക് അസാമാന്യമുള്ള അഹങ്കാരമുണ്ട്. അതുപോലെ തന്നെ അവർ തീവ്രവാദ ശക്തിയിൽ അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് മമതാ ബാനർജി എന്നുള്ള പേരുണ്ട്. ഇതിനകത്ത് അവരതിന് MLA മാർക്ക് വളരെ എതിർപ്പുണ്ട്. അങ്ങനെയാണ് ഇത്തവണ അവർ എല്ലാം മമതാ ബാനർജി തോറ്റു. മമതാ ബാനർജി തോൽക്കുന്ന സമയത്ത് തന്നെ 80ഓളം വരെ അവർ ജയിച്ചിട്ടുണ്ട്. 200 ചില്ലാൻ വരെ BJPയുടെ പേരിൽ ജയിച്ചത്. ഈ ജയിച്ചിട്ടുള്ള 280 പേരിൽ 58 പേര് അവർ വിട്ടുപോയി. കാരണം അവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പറയുന്ന മമതാ ബാനർജിയുടെ അഹങ്കാരം. രണ്ടാമത് മരുമോന്റെ കക്ഷിയുണ്ട്, എന്ത് ബാനർജിയാണ്, അഭിഷേക് ബാനർജി അല്ലേ? പരമ ഫ്രോഡാണ് ഇളക്കി. ഈ പറയുന്ന അഭിഷേക് ബാനർജിയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് വേണം MLA മാർക്കോട് ജീവിക്കാമെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ അത്രയ്ക്ക് അഹങ്കാരം വെച്ചുകൊണ്ട് അവരെയെല്ലാം മുട്ടിലിഴയിക്കുന്ന അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട് അവർക്ക്. ഇപ്പോൾ അവർ MLA മാരിൽ എങ്ങനെയാണ്, അവർ MP മാരിൽ എങ്ങനെയാണ്? 28 MP മാരെ അവർക്ക് പാർലമെന്റിലേക്കുള്ളത്, 12-13 പേരാണ് അവർക്ക് രാജ്യസഭയിലേക്കുള്ളത്. ഈ പറയുന്ന MP മാരിൽ പലരും രാജിവെച്ച് കഴിഞ്ഞു. അവർ BJP ചേരാണ്ട് BJP അവർ എടുക്കുന്നില്ല. BJP പറയുന്നത് നിങ്ങൾ പ്രത്യേകമായിട്ട് ബ്ലോക്കായിട്ടിരിക്കുക, നിങ്ങൾ ഇവരുടെ പാർട്ടി തന്നെ ആയാൽ മതി, TMC തന്നെ ആയാൽ മതി. ആ TMC തന്നെ ആയിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ബ്ലോക്ക് ആയിട്ടിരിക്കണം. ഇപ്പോഴത്തെ മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാർട്ടിയിൽ നിന്ന് അവര് പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവർ യോഗം വിളിച്ചു ഡൽഹിയിൽ വന്നിട്ട്. ആ യോഗത്തിൽ പങ്കെടുത്ത് 2-3 MP മാരാ പങ്കെടുത്തത്, ബാക്കി ആരും പങ്കെടുത്തില്ല. കാരണം ഏത് നിമിഷവും മമതാ ബാനർജി TMCയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്, അവരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ആ പാർട്ടിക്ക് ഇന്ന് ഒരു അധികപ്പറ്റാണ് അവര്. അങ്ങനെ വന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് അവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിലേക്ക് ഇവരെത്തി. ആ യോഗത്തിലേക്ക് എത്തിയിട്ട് ഇവർ സാഷ്ടാംഗം വീണ മാതിരിയാണ് ഇവരുടെ സോണിയാഗാന്ധിയുടെ മേലേക്ക് ചെന്ന് വീഴുന്നത്. അവർ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, എന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവരെ ഒരു ചർച്ചയ്ക്ക് പുതുതായിട്ട് വന്നു എന്നാണ് കേട്ടത്. ആ ചർച്ചയ്ക്കകത്ത് ഇവർ ആവശ്യപ്പെടുന്നത് അവരെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആക്കണം. കാരണം മല്ലികാർജുൻ ഖാർഗെക്ക് നല്ല പ്രായമായി, സാമാന്യ വിവരക്കേടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാള് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ, കഴിവുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവര് പബ്ലിക് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരാണ് പ്രധാനപ്പെട്ട ആളാവുക. അത് മമതാ ബാനർജിക്ക് താല്പര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് സോണിയാഗാന്ധി അതിനകത്ത് പച്ചക്കൊടി കാണിച്ചു എന്നാ മനസ്സിലാക്കിയത്. പക്ഷെ ഒരിക്കൽ സോണിയാഗാന്ധി അടിച്ചിറക്കിയതല്ലേ ഈ മമതാ ബാനർജിയെ? കാരണം മമതാ ബാനർജി സാധാരണ എനിക്ക് ആർക്കും താങ്ങാൻ വേണ്ടി സാധ്യമല്ല. കാരണം ആദ്യകാലത്ത് ഇവര് അവിടെ ബംഗാളില് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. അന്ന് നേതാവായിരുന്ന പ്രിയരഞ്ജിത് ദാസ് മുൻഷിയാണ്. ഇപ്പൊ പ്രിയരഞ്ജിത് ദാസ് മുൻഷിയുടെ ഭാര്യയാണ് ഇപ്പൊ ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടുത്തെ MLA മാരെ MP മാരെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആള്. KC വേണുഗോപാലിന്റെ ഏജന്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരാ. ഈ പറയുന്ന സ്ത്രീ അടക്കമുള്ള ആളുകൾക്ക് അവര് ഭർത്താവായിരിക്കുന്ന പ്രിയരഞ്ജിത് ദാസ് മുൻഷി, അദ്ദേഹം ബംഗാളിൽ അദ്ദേഹമായിരുന്നു ആദ്യകാലത്ത് മമതയുടെ പ്രൊമോട്ടർ. ഈ പറയുന്ന പ്രൊമോട്ടറെ പോലും തള്ളിപ്പറയുന്ന കാര്യത്തിൽ മമതാ ബാനർജി മടിച്ചില്ല. അങ്ങനെ മടിക്കാതെ കണ്ടുവന്ന മമതാ ബാനർജി ഡൽഹിയിൽ വന്നിട്ട് സോണിയാഗാന്ധിയെ കാണുന്ന സമയത്താണ് അന്ന് ഇവർ സോണിയാഗാന്ധി ഇറക്കി വിട്ടു ഇവരെ. കാരണം സോണിയാഗാന്ധിക്ക് ഇവരെ സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അഹങ്കാരത്തിന്റെ അവതാരമാണ് മമതാ ബാനർജി. അങ്ങനെയുള്ള മമതാ ബാനർജി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അവർക്ക് ഇന്നിപ്പോൾ നിലനിൽപ്പില്ല. TMC ഇല്ല. TMC നിന്ന് അവരെ പുറത്താക്കുക, ഏത് ദിവസമാണ് അവരെ പുറത്താക്കുക അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും TMCയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവര് കേന്ദ്രത്തിലെത്തുകയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷയാകാനുള്ള ഒരു വലിയ പരിശ്രമം നടത്തുന്നു. അവർ അഡീഷണൽ കണ്ടീഷൻ കൂടി വെച്ചു. അത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എൻ്റെ മരുവനായിരിക്കുന്ന മറ്റേ ചെറുക്കനുണ്ട് അഭിഷേക് ബാനർജി, അവനെ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആക്കണം. കാരണം അവിടെ ഇഷ്ടം പോലെ വിവരമില്ലാത്തവര് ജനറൽ സെക്രട്ടറിമാരായിട്ടുണ്ട്. KC വേണുഗോപാൽ ജനറൽ സെക്രട്ടറിയാ, വേറെ ആരണ്ടൊക്കെ അതിനകത്തുണ്ട്, ഞാൻ ആരൊക്കെ പേരൊക്കെ ഓർക്കുന്നില്ല. ആരെ കിട്ടിയാലും കൂടി ജനറൽ സെക്രട്ടറി ആക്കാൻ പറ്റും. അങ്ങനെ ജനറൽ സെക്രട്ടറി തന്റെ മരുമകനെ ആക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധി അത് സമ്മതിച്ചു. കാരണം എന്താ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം ഈ ഇന്ത്യ മുന്നണി വിട്ടുകൊണ്ടിരിക്കുകയാണ്. DMK വിട്ടു,
ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് DMK വിട്ടു, ഇനി മമതാ ബാനർജി ബാക്കിയുണ്ട്. ആപ്പ് ഡൽഹിയിൽ നിന്ന് വിട്ടു, അവർ പഞ്ചാബിൽ നിന്ന് വിട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലും കക്ഷികൾ വിട്ടിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ശോഷിച്ച് വരുന്ന സമയത്ത് അതിനകത്തുള്ള ഇന്ന് ഇത്തരത്തിൽ നിരാരംഭിയായിരിക്കുന്ന മമതാ ബാനർജി കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ കൂടി കോൺഗ്രസിന്റെ ഭാഗമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാരുള്ളത്. അപ്പൊ അതുകൊണ്ട് അവരെ ചർച്ച പ്രധാനമായിട്ട് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മമതാ ബാനർജിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. അവർക്ക് രാഷ്ട്രീയത്തിൽ സാധ്യതയില്ല. അവർ ഏകദേശം ബംഗാളിൽ പൂർണ്ണമായിട്ട് അവഗണിക്കപ്പെട്ട് മറ്റേ ജനങ്ങൾ തിരസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, 15 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന സ്ത്രീ, അത് കരുത്തുറ്റാവുന്നവർ സ്വയം വീമ്പിളക്കിയിട്ടുള്ള സ്ത്രീ, ആ പറയുന്ന സ്ത്രീയെ ബംഗാളിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി. അത് ഒരു വട്ടമല്ല, 2 വട്ടം പരാജയപ്പെടുത്തേണ്ടവരെ അവരെ പരാജയപ്പെടുത്തി. ഈ പരാജയപ്പെടുത്തിയ ഇന്നിപ്പോൾ അവര് അവിടെ ബംഗാൾ നിയമസഭയിൽ പോകണമെങ്കിൽ ഗാലറി ഇരുന്നിട്ട് അവർ കളി കാണണം. അവർ ഗാലറിയിൽ ഇരിക്കാനേ അവർക്ക് പറ്റുള്ളൂ. അവർക്കല്ലാതെ ഇങ്ങനെ നിയമസഭയിൽ കയറാൻ സാധ്യമല്ല. പാസ് എടുക്കേണ്ടവർക്ക് കയറാൻ സാധ്യമല്ല. മിക്കവാറും ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഇന്ത്യ മുന്നണിയിൽ മിക്കവാറും ആളുകളൊക്കെ പാസ് എടുത്ത് കയറേണ്ടവരാ. നിയമസഭയിലായാലും പാർലമെന്റിലായാലും ഒക്കെ ആണെങ്കിലും അവരൊക്കെ പാസ് എടുത്ത് കയറേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ സാമാന്യ നിലയ്ക്ക് അറിയാൻ സാധ്യമല്ല. ഇത് മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരൊരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണത്. അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ സമരത്തിലാണ്. ഈ സമരത്തിൽ അവർക്ക് കോൺഗ്രസ് അവരെ കൈപിടിച്ച് സഹായിക്കുമെന്നാണ് അവർക്കറിയേണ്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തന്നെയാണ് അവസ്ഥ. കാരണം മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഇല്ലാണ്ടായി. അവിടെ ആസാമിൽ കോൺഗ്രസ് ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ഒറീസയിൽ കോൺഗ്രസ് ഇല്ലാണ്ടായി, ബീഹാറിൽ കോൺഗ്രസ് ഇല്ലാണ്ടായി. അങ്ങനെ ബംഗാളിൽ കോൺഗ്രസ് എന്നേക്കുമായിട്ട് അസ്തമിച്ചു കഴിഞ്ഞു. അങ്ങനെ മിക്കവാറും ഇല്ലാത്ത പാർട്ടികൾ ചേർന്ന് വരുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയെ ഭരിക്കുന്ന ആളുകൾ അത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിലേക്ക് ഇവർ ചേക്കേറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർക്കിന്നിപ്പോൾ ആരും കൂട്ടില്ലാത്ത അത്യന്തം ദയനീയമായിരിക്കുന്ന, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇവരായിട്ട് കൂട്ടുവിടാൻ സാധ്യമല്ല. ബംഗാളിൽ അവരെ ഏറ്റവും വലിയ ശത്രുക്കൾ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. പിന്നെയാണ് കോൺഗ്രസും BJP ഒക്കെ വന്നത്. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്ന മമതാ ബാനർജിയെ സംബന്ധിച്ച് ഏക അത്താണി ഇന്നിപ്പോൾ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മാത്രമാണ്. പിന്നെ മല്ലികാർജുൻ ഖാർഗെയും മാത്രമാണ്. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു പരിശ്രമത്തിലാണ് മമതാ ബാനർജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അധികാരമില്ലാതെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയെങ്കിലും അധികാരമില്ലാതെ ഇവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. കാരണം അഴിമതിയുടെ ഏറ്റവും വലിയ ഭാവത്തിലാണ്, ഏറ്റവും ഭീവത്സമായ ഭാവത്തിലാണ് ഇവർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ശാരദ ചിറ്റ് ഫണ്ട്സ് കേസ് അടക്കമുള്ള നിരവധി അഴിമതികൾ, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മറച്ചു പിടിക്കണമെങ്കിൽ രാഷ്ട്രീയ അധികാരം ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇവരിങ്ങനെ നിൽക്കുന്നത്? അല്ല, അവർക്ക് അധികാരം എക്കാലത്തും വേണോ? അത് നമ്മളിപ്പോൾ ഇവരെയൊക്കെ കോൺഗ്രസ്സുകാർ പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നു, അവർ വളരെ ത്യാഗത്തിന്റെ മൂർത്തിയാണ്, ഖദർ സാരി മാത്രമേ അവർ ധരിക്കുള്ളൂ, അവർ കഴുത്തിൽ ആഭരണങ്ങളില്ല. പക്ഷെ എന്താ ഇവരുടെ കാര്യം? ഇവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഇവർക്കുണ്ട്. വലിയ അഴിമതിയുടെ അവതാരമാണ് ഇവര് എന്ന് എടുത്തു വളർത്തിയിട്ടുള്ള മകനോ ഇവരുടെ മരുമകനോ എന്തൊക്കെയാണ് അഭിഷേക് ബാനർജി. ഈ തരത്തിൽപ്പെട്ട അഭിഷേക് ബാനർജി കൂടി ഇവര് സ്വത്ത് കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇവർക്ക് അധികാരം വേണം, എല്ലാ സമയത്തും ആളുകളുടെ സമ്പാദ്യം വേണം, ആളുകളുടെ പണം വേണം. ഈ പണമെല്ലാം സ്വരൂപിക്കാതെ കണ്ട് ഈ സ്ത്രീക്ക് നിലനിൽപ്പില്ല. അവരെപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മമതാ ബാനർജി എന്ന് പറയുന്ന വ്യക്തിത്വം അഹങ്കാരത്തിന്റെ അവതാരമാണ്, അഴിമതിയുടെ അവതാരമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയത്തിൽ നിന്നില്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ അവരെ സംബന്ധിച്ച് വരും. കാര്യം ഇപ്പം ചിലർക്കൊക്കെ അങ്ങനെയാണ്, അവർക്ക് രാഷ്ട്രീയമാണ് അത്യന്തം. അവർക്ക് രാഷ്ട്രീയമില്ലെങ്കിൽ അവരില്ല. അഴിമതി അവർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം വേണം. ഇപ്പം കേരളത്തിൽ പിണറായി വിജയൻ്റെ അവസ്ഥ എങ്ങനെയാണത്? എന്താ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ എന്താ കാരണം? കാരണം പ്രതിപക്ഷ നേതാവായിട്ടില്ലെങ്കിലും ഏത് നിമിഷം വേണമെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാം. ഇന്നിപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, മകളും വീണയെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഉടനെ വീണയുടെ വീട്ടിൽ നിന്ന് പിണറായി വിജയൻ മാറിയിട്ട് അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സമാനമായിട്ടുള്ള അവസ്ഥ. കാരണം പിണറായി വിജയൻ ഇതില്ലാത്ത നിവൃത്തിയില്ലാത്തൊരവസ്ഥ പോലെ തന്നെയാണ് മമതാ ബാനർജിയുടെ ഏർപ്പാട്. കാരണം മമതാ ബാനർജിക്കൊന്നും അധികാരമില്ലാതെ കണ്ട് ജീവിക്കാൻ സാധ്യമല്ല. ഈ അധികാരം എങ്ങനെയും നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അവർ നടത്തിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ. അതേപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയുണ്ട്. ഈ ബംഗാളി മുഴുവൻ ഇവിടെ പെരുമ്പാവൂർ കൊണ്ടുവരുന്നാരാ? അത് മമതാ ബാനർജിയും കൂട്ടരാണത്. അവർ ഏജന്റുമാരാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്കറിയാലോ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക്, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ വരുന്ന സമയത്ത് പഴയ സഖാക്കന്മാരും മറ്റാളുകളും അവിടേക്ക് ഓടിക്കൂടാറുണ്ട്. എന്താ കാരണം?
ഈ വരുന്ന ബംഗാളികളായിരിക്കുന്ന ആളുകൾ 25 പേരും 15 പേരും 25 പേരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊണ്ടിരുന്നത് ഇത്തരം സഖാക്കന്മാരാണ്. ഇവരാണ് ഇതിന്റെ ഏജന്റുമാര്. സമാനമായിട്ടുള്ള രീതിയിലാണ് ബംഗാളിന്റെ അവസ്ഥ. ബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണത്തിൽ അവർ ആസ്വദിച്ചതിന്റെ പേരിൽ ഭരണാസ്വാദനം നടന്നിരുന്ന ഒരു പ്രസ്ഥാന നിലയിലേക്ക് അവർ നിലനിൽപ്പ് വലിയ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അവരിന്നിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോൾ ഇനി ഒരുപക്ഷെ സുവേന്ദു അധികാരിയുടെ സർക്കാർ ഇവരുടെ അഴിമതി കണ്ടുപിടിക്കപ്പെട്ടാൽ, ഇവരെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ഇവർ ശിക്ഷിക്കപ്പെട്ടാൽ ഇനിയുള്ള കാലം അവരെ സംബന്ധിച്ച് അവർക്ക് ഗോതമ്പ് ഉണ്ടതിനുള്ള ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചുണ്ട്. അത് വരാതിരിക്കണം. തൻ്റെ സുഖമായുള്ള ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കരുത്. അങ്ങനെ നിൽക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തനിക്ക് ഏറ്റവും സഹായിക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, പിന്നെയോ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ് ഒരു കപ്പിത്താനില്ലാത്ത കപ്പലാണത്. ആ കപ്പിത്താനില്ലാത്ത കപ്പലിൻ്റെ അമരത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് മമതാ ബാനർജി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പരിശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്ക് പരിശ്രമിക്കാം കേട്ടോ. കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം ഇത്രയും ദുർബലമായ നേതൃത്വമാണ് കോൺഗ്രസിനുള്ളത്. രാഹുൽ ഗാന്ധി പറയുന്നത് സോണിയാഗാന്ധിക്ക് മനസ്സിലാവില്ല, സോണിയാഗാന്ധി പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് മനസ്സിലാവില്ല, ഇവർ രണ്ടുപേരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവില്ല. ഇവരെ 3 പേരും കൂടി ചേർന്ന് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആർക്കും ഒന്നും മനസ്സിലാകാൻ സാധ്യമല്ലാത്ത ഒരു അലസമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പല്, ഈ കപ്പൽ എവിടേക്കാണ് പോണെന്ന് ആർക്കും അറിയില്ല. ആ കപ്പലിലേക്ക് കയറിയ മമതാ ബാനർജിക്ക് അവിടെ ഒരു അത്താണി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാട് വിടുകയല്ലാതെ വേറെ മാർഗം ഒരു മാർഗമില്ല അവരെ സംബന്ധിച്ച്. പക്ഷെ അവർ നാട് വിടുക എന്നുള്ള എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന കപ്പലിനകത്ത് കടന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന സ്വാഭാവികമായിട്ട് സ്വാധീനം. കാരണം ഇത്രയും മന്ദബുദ്ധികളാണ് കോൺഗ്രസിനകത്തുള്ളത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ട് കോൺഗ്രസിൽ ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധി ഉപദേശകൻ ആരാ? KC വേണുഗോപാലാണ്. വേണുഗോപാൽ പറയും, അതേ വേണുഗോപാല കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കിടന്ന് ഓടിപ്പാഞ്ഞ് നടന്നത്. ഇങ്ങനെയുള്ള KC വേണുഗോപാൽ ഉപദേശകനായിരിക്കുന്ന പാർട്ടിയുടെ കരുത്തിനെ സംബന്ധിച്ചും ബുദ്ധിയെ സംബന്ധിച്ചും മലയാളികൾക്കൊരു ധാരണയുണ്ടല്ലോ. അവിടെയാണ് മമതാ ബാനർജിയുടെ പ്രശ്നമുള്ളത്. മമതാ ബാനർജിക്ക് തിരിച്ചറിയാം. മമതാ ബാനർജി അവിടെ കോൺഗ്രസിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമത്തിലാണ്. ആ സ്പേസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് കോൺഗ്രസിൻ്റെ അമരത്തെത്താൻ സാധിക്കുന്ന അവർക്ക് വിശ്വാസമുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ ദുർബലമായുള്ള നേതൃത്വമാണ്. ഈ നേതൃത്വത്തിന് പകരക്കാരിയായിട്ട് തനിക്ക് വരാൻ സാധിക്കുമോ? അത് വരികയാണെങ്കിൽ ഒരുപക്ഷെ ബംഗാൾ രാഷ്ട്രീയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും ആകാൻ സാധിച്ചാൽ വലിയൊരു ഭാഗ്യമാകുന്നതാണ് മമതാ ബാനർജിയുടെ കണക്കൂട്ടലുള്ളത്. ഈ കണക്കൂട്ടലിൻ്റെ പുറത്താണ് അവർ കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കാൻ ശ്രമിക്കുന്നത്. അതിന് തനിക്ക് താങ്ങായിട്ട് തണലായിട്ട് തൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന അഭിഷേക് ബാനർജി എന്ന് പറയുന്ന മരുമകനെ കൂടിയിട്ട് എടുക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം അത് സമ്മതിച്ചു എന്നാണ്. അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ലയിക്കാനൊന്നും ബാക്കിയില്ല. മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ലയിക്കാനൊന്നുമില്ല, TMCക്ക് അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് TMCക്ക് ഒറ്റ കാര്യമുള്ളൂ, പറയുന്ന മുൻകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പറഞ്ഞ് മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ ചേരുന്നത് കൊണ്ട് നാശമുണ്ടാകാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും, പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും, സോണിയാഗാന്ധിക്കായിരിക്കും. കാരണം ഈ പറയുന്ന മമതാ ബാനർജിയുടെ കരുത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ പറയുന്ന ദുർബല നേതൃത്വത്തിന് സാധ്യമാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.